അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാടുകളിൽ നിലകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. വ്യത്യസ്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, രോഗം കൊണ്ട്, അതേപോലെ വീടില്ലാത്തതിൻ്റെ പേരിൽ, വിവാഹം നടത്തിയതിൻ്റെ പേരിൽ വലിയ കടം വന്ന് തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകളിലായിട്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ. അവർക്കൊക്കെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുമുണ്ട്. ഓരോ മനുഷ്യരും തങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ എത്തിക്കുന്നു. 40 ലക്ഷവും 4 കോടിയും 31 കോടിയൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് അങ്ങനെയുള്ള പല ചാരിറ്റികൾക്ക്, പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പിരിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാടുകളിൽ വീടില്ലാത്തവർക്കും അതേപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ചാരിറ്റി നൽകുമ്പോൾ പലപ്പോഴും അത് പരസ്യപ്പെടുത്തി അവരെ വീഡിയോയുടെ ഫ്രെയിമിൽ വരുത്തിക്കൊണ്ട് അഭിമാനത്തിൻ്റെ മേൽ ഫോട്ടോ ഫ്ലാഷുകൾ പതിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലാതെ ഒരാൾക്കും തൻ്റെ അഭിമാനം മറ്റൊരാളുടെ മുമ്പിൽ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഇല്ലാത്ത രീതിയിൽ ചാരിറ്റികൾ നടത്തുന്നതിന് വലിയ മാതൃക കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് ഓൺലൈനിലൂടെ മജ്ലിസുകൾ നടത്തുന്ന പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിവിൻ നിലാവിൻ്റെ സഫ്വാൻ സഖാഫി എടുത്തു നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. മദനിയം എടുത്തു നോക്കുമ്പോൾ കൻസുൽ ജന്ന, അങ്ങനെയുള്ള വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ അവർ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. അതേപോലെ ഡയാലിസിസ് സെൻ്ററുകൾ നിർമ്മിക്കുന്നു. അവിടേക്കുള്ള ആവശ്യമുള്ള വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. മുൻകാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ചാരിറ്റികൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വീടില്ലാത്ത ഒരു മനുഷ്യൻ, അയാളെ വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നു. നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം ഏതൊരു മനുഷ്യൻ്റെയും വലിയ ആഗ്രഹമായിരിക്കും നല്ലൊരു കെട്ടുറപ്പുള്ള വീടുണ്ടാവുക എന്നുള്ളത്. ആ വീടുണ്ടാക്കാൻ തന്നെക്കൊണ്ട് കഴിയാതെ വരികയും അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തത് കാരണം, ആരോഗ്യമില്ലാത്തത് കാരണമായിരിക്കും അവർ ഇത്തരത്തിലുള്ള ചാരിറ്റികൾ നടത്തുന്ന ആളുകളെ സമീപിക്കുന്നതും അവർ വരുമ്പോൾ സഹകരിക്കുന്നതും. എന്നാൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, പല ചാരിറ്റികളും ചിലപ്പോൾ വീടുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പേരിൽ നിരന്തരം അവരെ വീഡിയോകളുടെയും ഫോട്ടോയിലൂടെയും ഒക്കെ അവരെ പ്രചരിപ്പിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളായിട്ട് ഈ വീടുണ്ടായതിനു ശേഷം ഒരു അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. നാം സോഷ്യൽ മീഡിയകളിലൂടെ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകളും ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനുശേഷം ആ വീട്ടിലുള്ള പെൺമക്കൾക്കുണ്ടാകുന്ന ദുരനുഭവം, അതേപോലെ കൂട്ടുകാർക്കിടയിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പലരും എഴുതുന്നതും അതേപോലെ പറയുന്നതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ നൂറുകണക്കിന് ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിൽ, അതേപോലെ തന്നെ രോഗത്തിന് ചികിത്സിക്കാനുള്ള പണം, അതേപോലെ ചികിത്സക്കുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ, വിവാഹത്തിനുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അറിവിൻ നിലാവും അതേപോലെ മദനിയുമൊക്കെ വലിയ നല്ല കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഒരാളുടെ അഭിമാനവും നഷ്ടപ്പെടാതെ, ഒരാളുടെ അഭിമാനത്തിൻ്റെ മുകളിലും ഫോട്ടോ ഫ്ലാഷ് പതിയാതെ വളരെ കൃത്യമായിട്ട് സഹായം എത്തിക്കേണ്ടടുത്ത് അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ നമ്മുടെ നാട്ടിൽ വലിയ ഉപകാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വളരെയേറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനം കൂടിയാണ്. നമ്മളൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുന്നു. ആ സഹായങ്ങളിലൂടെ അവർ അത് വലിയ തുകയായി സ്വരൂപിക്കുകയും അത്
എത്തിക്കപ്പെടേണ്ട പാവപ്പെട്ട മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് വീടില്ലാത്തവനെ മുമ്പിൽ കൊണ്ടുവന്ന് വീഡിയോ എടുത്ത് അവർ കരയുന്നതും അതേപോലെ അവരുടെ ദയനീയാവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുന്നതിനപ്പുറം ഒന്നും അവരുടെ അഭിമാനത്തിനു മേൽ ഒരു പ്രശ്നവുമില്ലാതെ അവരെ അറിയിക്കാതെ അവരെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാതെ അത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിൽ ഇവർ കൊണ്ടുവന്ന മാതൃക വളരെയേറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. എന്നിരുന്നാലും ഇനി ഒരു വീടുണ്ടാക്കാൻ ഒരു വഴിയുമില്ല, എങ്ങനെങ്കിലും ഒരു വീടുണ്ടായാൽ മതി, അപ്പോൾ വീഡിയോ എടുത്ത് അവർക്ക് പ്രശ്നമില്ല, അപ്പോൾ അവർക്ക് വീടാണ് ആവശ്യം, അങ്ങനെ ഉള്ളതിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പ്രവൃത്തി വളരെയേറെ നല്ലതാണെന്ന് മാത്രമാണ് ഉണർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കാലത്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നവരെ നാം ചേർത്തു പിടിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ സഹായങ്ങൾ നൽകുകയുമാണ് നാം ചെയ്യേണ്ടത്.